ഹലോ എല്ലാവർക്കും നമസ്കാരം. ജൂലൈ മാസം ആരംഭിച്ചിരിക്കുകയാണല്ലേ. എന്നാൽ ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും മാറ്റങ്ങൾ വരാം. നിങ്ങൾ കാണാതെ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പുകളുണ്ടോ? ഇന്നത്തെ ഈ ടാരോ റീഡിങ്ങിൽ ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളെ കാത്തിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ, പ്രണയം, സാമ്പത്തികം, കരിയർ, കൂടാതെ മാസാവസാന ഫലം വരെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഈ റീഡിംഗ് ഒരു പൊതുവായ റീഡിംഗ് ആണെന്ന് ഓർക്കുക. അതിനാൽ നിങ്ങളോട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ജൂലൈ മാസത്തിൽ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡുമായിട്ട് കണക്ട് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണ് എന്നാണ്. ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഈ മാസത്തിൽ ഏറ്റവും വലിയ മാറ്റം എന്താണ്? യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? പേജ് ഓഫ് കപ്സ് കാണിക്കുന്നത് ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു ഇമോഷണൽ എനർജി കൊണ്ടുവരുമെന്നാണ്. ഇത് നിർബന്ധമായും പ്രണയമായിരിക്കണം എന്നില്ല. ചിലർക്കൊരു പുതിയൊരു ആശയം വരാം, അല്ലെങ്കിൽ ചിലർക്കൊരു പുതിയ അവസരം ലഭിക്കാം, ചിലർക്കൊരു പഴയ ബന്ധത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ലഭിച്ചേക്കാം. നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യത്തെ വീണ്ടും പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. പേജ് ഓഫ് കപ്സ് പറയുന്നത് ഇതുവരെ അടഞ്ഞുപോയി എന്ന് കരുതിയ വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല എന്നതാണ്. ഈ റീഡിങ്ങിൽ ഏറ്റവും ശക്തമായ കാർഡ് ഇതാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം കൺട്രോൾ തിരിച്ചു പിടിക്കുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പലർക്കും ജീവിതം തങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ടാവാം. എന്ത് ചെയ്യണം, ഏത് വഴിയിൽ പോവണം, ഈ ബന്ധം തുടരണോ, അല്ലെങ്കിൽ ഈ ജോലി മതിയോ എന്ന ചോദ്യങ്ങൾ കുടുങ്ങിയിരിക്കാം. പക്ഷേ ജൂലൈയിൽ നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് വാൻഡ്സ് എന്ന ഈ ഒരു കാർഡ് നൽകുന്ന ഒരു പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കൈവിടരുത്. കാരണം പലർക്കും ഇപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടാവാം. ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കാത്തിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സഹിച്ചു, പക്ഷേ ഫലം കിട്ടിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. യൂണിവേഴ്സ് പറയുന്നത് ഒന്നുകൂടി ക്ഷമിക്കുക, ചിത്രം ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്നതാണ്. ഈ റീഡിങ്ങിൻ്റെ ഓവറോൾ മെസ്സേജ് എന്ന് പറയുന്നത് ജൂലൈ മാസം ഒരു ടേണിംഗ് പോയിന്റ് പോലെയാണ്. പുതിയ പ്രതീക്ഷകൾ വരുന്നു, ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്നു, നിങ്ങൾ ശക്തരായി നിൽക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. കൈവിടണമെന്ന് തോന്നുന്ന സമയത്ത് യൂണിവേഴ്സ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നു. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ജൂലൈ നിങ്ങളെ തകർക്കാൻ വരുന്നൊരു മാസമല്ല, നിങ്ങളെ കൂടുതൽ ശക്തനും വ്യക്തതയുള്ളവനുമാക്കി മാറ്റാൻ വരുന്നൊരു മാസമാണ്. ഈ മെസ്സേജ് ജോലി, പ്രണയം, കുടുംബം, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ തുടങ്ങിയ ജീവിതത്തിലെ പല മേഖലകളിലും പലർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എനർജിയാണ് ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി പണസംബന്ധമായ കാര്യങ്ങളിലും കരിയറിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നോക്കാം. ജോലി അല്ലെങ്കിൽ കരിയറിൽ എന്ത് മാറ്റം വരും? സാമ്പത്തികമായിട്ട് എന്ത് പ്രതീക്ഷിക്കാം? പുതിയ അവസരമോ ഓഫറോ വരുമോ? ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് 5 ഓഫ് കപ്സ് ആണ്. പലർക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടൊരു നിരാശയോ അസംതൃപ്തിയോ ഉണ്ടായിരിക്കുക എന്നതാണ് ഇവിടെ തോന്നുന്നത്. ചിലർക്ക് തോന്നിയിരിക്കാം, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് ഫലം കിട്ടുന്നില്ല, എൻ്റെ കഴിവിന് അർഹിക്കുന്ന അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് വേണ്ട വില കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാർഡിലെ വ്യക്തി നഷ്ടപ്പെട്ട 3 കപ്പുകൾ മാത്രമാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ പിന്നിൽ ഇപ്പോഴും 2 കപ്പുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാർഡ് പറയുന്നത് നഷ്ടപ്പെട്ട അവസരങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇപ്പോഴും തുറന്നു കിടക്കുന്ന അവസരങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങുക എന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇൻ്റർവ്യൂവിൽ സെലക്ട് ആകാതെ പോയിരിക്കാം നിങ്ങൾ, ഒരു ബിസിനസ് ഐഡിയ വർക്ക് ചെയ്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാതെ പോയിരിക്കാം. പക്ഷേ ജൂലൈ നിങ്ങൾ മുമ്പ് ശ്രദ്ധിക്കാതെ പോയ ഒരു വഴി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നാണ്. നൈറ്റ് ഓഫ് കപ്സ് സാമ്പത്തിക കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ ഇൻവിറ്റേഷനോ ഓഫറോ കാണിക്കാറുണ്ട്. ഇതൊരു ലോട്ടറി എനർജി അല്ല, പക്ഷേ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് വർക്ക്, ഒരു പുതിയ ക്ലയൻറ്റ്, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം, അല്ലെങ്കിൽ പണം വരാനുള്ളൊരു പുതിയൊരു വഴി തുറക്കുന്നത് പോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് പെൻഡക്കിൾസ് ഇവിടെ വളരെ പോസിറ്റീവ് കാർഡാണ്. ഈ കാർഡ് ബാലൻസ്, സപ്പോർട്ട്, ഹെൽപ്പ്, ഗിവ് ആൻഡ് ടേക്ക് എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ജൂലൈ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം വഴി ഒരു അവസരം ലഭിക്കാം. ഈ കാർഡ്സ് പറയുന്നത് നിങ്ങൾ വിതച്ചതിൽ ചിലത് തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് എന്നാണ്. ഈ സ്പ്രെഡിൻ്റെ എനർജി വളരെ വ്യക്തമാണ്. കഴിഞ്ഞ നിരാശകളിൽ നിന്ന് മുന്നോട്ട് പോകുക, ഒരു പുതിയ അവസരം വരാം, അല്ലെങ്കിൽ പുതിയ വാർത്ത വരാം, മറ്റൊരാളുടെ സഹായം, റെക്കമെൻഡേഷൻ, സപ്പോർട്ട് എന്നിവ പ്രധാന പങ്ക് വഹിക്കാൻ. സാമ്പത്തികമായിട്ട് ചെറുതെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനി വരാൻ പോകുന്ന അവസരങ്ങളിലാണ് ജൂലൈ മാസത്തിൻ്റെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ലവ് ആൻഡ് റിലേഷൻഷിപ്പിലെ ജൂലൈയിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രണയ ജീവിതത്തിൽ എന്ത് മാറ്റം വരും? നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? ഈ കാർഡ്സ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജൂലൈ പലർക്കും പ്രണയ ജീവിതത്തിൽ ഒരു വ്യക്തത വരാം. നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം, അവർക്ക് എന്നെക്കുറിച്ച് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ബന്ധം എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിഫൈ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് നാളുകളായിട്ട് നിങ്ങളൊരു വ്യക്തിയുടെ മെസ്സേജ് കാത്തിരിക്കുകയാണെങ്കിൽ ജൂലൈയിൽ ഒന്നുകിൽ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ ഉണ്ടാകാമെന്നാണ്. പക്ഷേ ഇത് ടീനേജ് ക്രഷ് എനർജി അല്ല. ഈ വ്യക്തി കൂടുതൽ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അവർ ചിന്തിക്കുന്നത് ഈ ബന്ധത്തിന് ഫ്യൂച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ഞാനിതിൽ സീരിയസ് ആവണോ, ജീവിതത്തിൽ സ്ഥിരത വരുത്താൻ കഴിയുന്ന ബന്ധമാണോ ഇത് എന്നൊരു രീതിയിലായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഉടനെ വികാര പ്രകടനം നടത്താതെ ആദ്യം ജീവിതം സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ്സ് കമ്മ്യൂണിക്കേഷന് ശക്തമായ കാർഡുകൾ ഒന്നാണ്. പക്ഷേ ഇത് ഓവർലി റൊമാൻറ്റിക് കോൺവെർസേഷൻ അല്ല, വളരെ നേരിട്ടും വ്യക്തവുമായ ഒരു സംഭാഷണമാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മാസങ്ങളായി സംസാരിക്കാത്ത രണ്ടാളുകൾ ഉണ്ടെന്ന് കരുതുക. പെട്ടെന്ന് ഒരാളൊന്നും നമുക്ക് സംസാരിക്കാമോ എന്ന് മെസ്സേജ് അയക്കുന്നത് പോലെയുള്ള എനർജി, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം തുറന്നു പറയാൻ ഒരാൾ തീരുമാനിക്കുന്നത് പോലെയും കാണാം. കിങ് ഓഫ് സോർഡ്സ് പറയുന്നത് കൺഫ്യൂഷൻ കുറയും, വ്യക്തത കൂടും എന്നതാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ അകലം വന്നിട്ടുണ്ടാവാം. ഇരുവരും തമ്മിൽ വികാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒരാൾ ഉടനെ മെസ്സേജ് അയക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. അവൻ ആദ്യം സിറ്റുവേഷൻ മനസ്സിലാക്കും, അവൻ്റെ ജീവിതം, ജോലി, ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കും. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കാർഡ്സിൻ്റെ ഓവറോൾ മെസ്സേജ് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിലെ കൂടുതൽ വ്യക്തത വരാം, നിങ്ങളെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരാൾ ഉണ്ടാവാം, കോണ്ടാക്ട് അല്ലെങ്കിൽ മീനിങ് കോൺവെർസേഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വികാരങ്ങളെക്കാൾ സ്ഥിരതയും സത്യസന്ധതയും പ്രധാനമാകുന്ന ഒരു സമയമാണിത്. ഇനി ഹിഡൻ എനർജി എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങൾ കാണാതെ പോകുന്ന അവസരം എന്ത്? ഇപ്പോൾ അറിയാത്തൊരു സത്യം എന്താണ്? ഏത് മേഖലയിൽ ഭാഗ്യം പ്രവർത്തിക്കും? ക്യൂൻ ഓഫ് സോർഡ്സ് പറയുന്നത് നിങ്ങളൊരു സിറ്റുവേഷനെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ തുടങ്ങുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ബന്ധമോ സൗഹൃദമോ ജോലിയോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഇല്ലെങ്കിലും അത് സമ്മതിക്കാൻ നിങ്ങൾ മടിച്ചിരിക്കാം. ജൂലൈയിൽ സത്യം അംഗീകരിക്കാനുള്ള ധൈര്യം തന്നെ ഒരു പുതിയ വാതിൽ തുറക്കാം എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ത്രീ ഓഫ് സോർഡ്സ് കാണിക്കുന്നത് ഒരു പഴയ വേദനയും നിരാശയും ഇപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവാം. ഉദാഹരണത്തിന്, ഒരിക്കൽ നിരാശപ്പെടുത്തിയ ഒരാളുടെ കാരണത്താൽ പുതിയ അവസരങ്ങൾക്കും ആളുകൾക്കും നിങ്ങൾ പൂർണ്ണമായി മനസ്സ് തുറക്കാതെ ഇരിക്കാം. ഏസ് ഓഫ് കപ്സ് വളരെ മനോഹരമായ ഒരു കാർഡാണ്. ഇത് പുതിയ തുടക്കങ്ങളുടെ എനർജിയാണ്. ഒരു പുതിയ ബന്ധം, ഒരു നല്ല വാർത്ത, ഒരു പുതിയ സൗഹൃദം, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അവസരം ജീവിതത്തിലേക്ക് വരാമെന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ്സ് പറയുന്ന ഓവറോൾ മെസ്സേജ്, പഴയ വേദനയിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ പുതിയ സന്തോഷത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും വാതിൽ തുറക്കാം എന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന വാണിംഗ് എന്താണെന്ന് നോക്കാം. ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ മാസത്തിൽ ഒഴിവാക്കേണ്ട കാര്യം എന്താണ്? ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനെ കുറിച്ച് സൂക്ഷിക്കണോ? ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് പെൻഡക്കിൾസും 8 ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും ആണ്. ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് ഭയം കാരണം ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ഒരാളെയോ അമിതമായിട്ട് പിടിച്ചു നിൽക്കരുത് എന്നതാണ്. ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കാതിരുന്നാൽ തന്നെ മുന്നോട്ട് പോകാനുള്ളത് ഒരു തടസ്സമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. 8 ഓഫ് കപ്സ് കാണിക്കുന്നത് മനസ്സ് സന്തോഷമില്ലാത്തൊരു സിറ്റുവേഷനിൽ വെറുതെ തുടരുന്നത് ഒഴിവാക്കണം എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഇതിനകം മുന്നോട്ട് പോകാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കണം എന്നതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് ഈ മാസം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലെ വിശ്വസിക്കണം എന്നതാണ്. ആരുടെയെങ്കിലും വാക്കുകളേക്കാൾ അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക. മനസ്സിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് എന്നതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഈ ഒരു എല്ലാ കാർഡിൻ്റെയും ഓവറോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, പഴയതിനെ ഭയം കാരണം പിടിച്ചു നിൽക്കരുത്, മനസ്സിന് സമാധാനം ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറാൻ തയ്യാറാവണം. ഈ ഒരു മാസം നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയുന്നത് ശ്രദ്ധിച്ചാൽ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാം എന്നതാണ് ഈ എല്ലാ കാർഡും നിന്നുള്ളൊരു മെസ്സേജ്. ഇനി നമുക്ക് പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് നോക്കാം. ഈ മാസം നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? നിങ്ങൾ വിട്ടുകളയേണ്ട എനർജി എന്താണ്? ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഏസ് ഓഫ് വാൻസ് പറയുന്നത് പുതിയ തുടക്കങ്ങളെ ഭയക്കരുത് എന്നതാണ്. ഒരു പുതിയ ആശയം, ഒരു പുതിയ അവസരം അല്ലെങ്കിൽ മാറ്റം നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത് പരീക്ഷിക്കാൻ ധൈര്യം കാണിക്കണം എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്.
ദ ഹാങ്ഡ് മാൻ എന്ന ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരേ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജിയാണ്. എല്ലാം പെർഫെക്റ്റ് ആകുന്നത് വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ നിൽക്കുക എന്നിവ വിട്ടുകളയേണ്ട ഒരു സമയമാണ് എന്നതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ് പറയുന്നത് കൂടുതൽ ആക്ഷൻ എടുക്കുക എന്നതാണ്. അമിതമായി ചിന്തിക്കുന്നതിന് പകരം ചെറിയൊരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കണം എന്നതാണ്. ഈ കാർഡ്സ് പറയുന്ന ഓവറോൾ മെസ്സേജ് എന്നാൽ ജൂലൈയിൽ പുതിയ അവസരങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക, കാത്തിരിപ്പും സംശയവും വിട്ടുകളയുക, ആത്മവിശ്വാസം വരുന്നത് ചിന്തിച്ചുകൊണ്ടല്ല പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇനി ജൂലൈ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. ജൂലൈ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും? ഈ മാസത്തിൻ്റെ ഫൈനൽ മെസ്സേജ് എന്താണ്? ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിരിക്കുക എന്നതാണ്. ഒരു കാര്യത്തിൽ പുരോഗതി കണ്ടു തുടങ്ങാം. അത് ജോലി, ബന്ധം, പഠനം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം എന്തുമാവാം. ഉദാഹരണത്തിന് മാസത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് വഴി കാണുന്നില്ല എന്ന് തോന്നിയിരിക്കുന്ന ഒരാൾക്ക് മാസാവസാനം എത്തുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊരു വ്യക്തത ലഭിക്കുന്നതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ദ ഹെർമിറ്റ് പറയുന്നത് എല്ലാ ഉത്തരങ്ങളും പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് എന്നതാണ്. ഈ മാസം നിങ്ങളെ കുറച്ച് മന്ദഗതിയിലാക്കാനും ചിന്തിക്കാനും നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനും സഹായിച്ചേക്കാം. ഉദാഹരണത്തിന് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലുപരി എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ തുടങ്ങാം. മൊത്തത്തിൽ ജൂലൈ മാസം വലിയ ചാടലുകളുടെ ഒരു മാസമല്ല, പക്ഷേ വലിയ വ്യക്തതയുടെ ഒരു മാസമായിട്ടാണ് ഈ കാർഡ്സുകൾ പറയുന്നത്. ചില കാര്യങ്ങൾ പതുക്കെയായിരിക്കും നീങ്ങുക, എന്നാൽ മാസാവസാനമാകുമ്പോൾ നിങ്ങൾക്ക് വഴി കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും എന്നത് തന്നെയാണ് ഈ കാർഡ്സുകൾ പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ചില ഉത്തരങ്ങളും പുറത്തു നിന്നല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളതാണെന്നും മനസ്സിലാക്കുന്ന ഒരു മാസം കൂടിയാവാം ഇത്. അപ്പോൾ ഈ ജൂലൈ നിങ്ങളെ എവിടെ എത്തിക്കും എന്നതിലുപരി നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് കാണിച്ചു തരുന്നൊരു മാസമായിരിക്കും. ഈ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. റീഡിംഗ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നന്ദി.